ഹായ്. അതീന്ദ്രിയ ജ്ഞാനം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇൻഡ്യൂഷൻ. ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ പറയാറില്ലേ, എൻ്റെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്തു, അതുപോലെ സംഭവിച്ചു, എനിക്കിങ്ങനെ തോന്നുന്നു, അത് കൃത്യമായിട്ട് അങ്ങ് വർക്ക് ചെയ്തു എന്നൊക്കെ അല്ലേ. ചില വ്യക്തികൾക്ക് ഒരു കാര്യവും ചെയ്യണ്ട, പക്ഷെ അവർ പറയുന്നതെല്ലാം കറക്റ്റായിട്ട് അതുപോലെ അവർക്ക് വരാറുണ്ട്. അത് ഇൻഡ്യൂഷൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അതിൻ്റെ ഒരു പവറുണ്ട്, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഈ ഇൻഡ്യൂഷൻ എപ്പോഴും ശരിയാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ അത് തെറ്റായിട്ടും വരാം. പക്ഷേ കറക്റ്റ് ഇൻഡ്യൂഷൻ, അതായത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് അത് കറക്റ്റാണ്, സത്യമാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഒന്ന് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മളൊന്ന് പ്രപഞ്ചത്തിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുക. അതായത് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നേരം ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അതിന് പകരം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ ആ കിളികളുടെയും മരങ്ങളുടെയും കാറ്റിൻ്റെയും ഒരു തലോടലും ഒരു ശബ്ദമൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻഡ്യൂഷൻ പതിയെ പതിയെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിലേക്ക് വരും. ആത്മാവിൻ്റെ ശബ്ദമാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സ് പറയുന്നതല്ല ഇൻഡ്യൂഷൻ. ആത്മാവിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ അത് സത്യമായിട്ട് വരും. അപ്പോൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, നന്നായി വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക.